മുഖ്യമന്ത്രിയും മന്ത്രിമാരും യൂറോപ്പിലേക്ക്. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഉദ്യോഗസ്ഥ സംഘവും അടുത്ത മാസം ആദ്യം ഫിൻലൻഡും നോർവേയും സന്ദർശിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണത്തിന് ഫിൻലൻഡ് ക്ഷണിച്ചെന്ന് പറയുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ മാസം 19 തുടങ്ങുന്ന ഫ്രഞ്ച് ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കാനായി പാരീസിൽ തിരിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യൂറോപ്പിലേക്ക് പോകുന്നതിൽ തെറ്റില്ല എന്നും വിദ്യാഭ്യാസ കാര്യങ്ങൾ പഠിക്കാനാണ് മന്ത്രിമാർ പോകുന്നതെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. അതാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ കേരളത്തിലെ ഈ കാര്യം എപ്പോഴും നമ്മൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ കേന്ദ്രീകരിച്ചിട്ട് കാര്യങ്ങൾ പറയണം. പ്രധാനപ്പെട്ട പോയിന്റുകളിൽ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ പറയണം. യാത്ര ചെയ്യുന്നത് ആവശ്യമുള്ള കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. വിനോദാണ് ചേരുന്നത്. വിനോദ വിശദാംശങ്ങൾ. ബോബി, അടുത്ത മാസം ആദ്യവാരം മുഖ്യമന്ത്രിയും സംഘവും ഫിൻലൻഡിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നോർവേ, ലണ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിലും സന്ദർശനം നടത്തും. ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രി കൂടി ഈ യാത്രയിൽ ഉണ്ടാകും എന്ന നിലയിലാണ്. ഏതായിരുന്നാലും സർക്കാരിന്റെ ഒരു വിശദീകരണം, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഫിൻലൻഡ് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ നിന്നുള്ള ക്ഷണം അത് സ്വീകരിച്ച് അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന് ഉതകുന്ന തരത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാനും മനസ്സിലാക്കാനും കഴിയും. ഏറ്റവും പ്രധാന കാര്യമായി പറയുന്നത് അവിടെ ഈ വിദ്യാർത്ഥികൾക്കുള്ള പാഠ്യഭാരം അത് വളരെ കുറച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം, മികച്ച വിദ്യാഭ്യാസം നൽകുന്നു എന്നതാണ്. അതിൽ ഈ പഠന സമയത്തിന്റെ കുറവ് തന്നെ, അതായത് ഇവിടെ ഉള്ള മാതിരിയില്ല, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന തലത്തിലാണ് ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു വസ്തുത. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് കേരളത്തിൽ നടപ്പാക്കുക. അതോടൊപ്പം തന്നെ പാഠ്യ വിഷയങ്ങൾ അത് ഏത് തരത്തിലാണ് കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള രീതിയിലുള്ള പാഠ്യ വിഷയങ്ങൾ, അക്കാര്യങ്ങൾ ഒക്കെയും മനസ്സിലാക്കുന്നതിന് വേണ്ടി യാത്ര എന്ന കാര്യമാണ്. അതോടൊപ്പം ഫിൻലാൻഡിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമാണ് നോക്കിയ ഫാക്ടറി. അവിടെ എത്തി ഈ നോക്കിയയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം മൊബൈൽ യുഗത്തിൽ ആദ്യം അതിശക്തരായ ഒരു ബ്രാൻഡായിരുന്നു നോക്കിയ. അതിനുശേഷം ഇപ്പോഴും വിപണിയിൽ ശക്തമായ സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് നോക്കിയ. നോക്കിയയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, വിദേശ നിക്ഷേപത്തിന്റെ സാധ്യതകൾ കൂടി മനസ്സിലാക്കുക എന്ന ലക്ഷ്യം ഈ യാത്രയ്ക്കുണ്ട് എന്ന് ഔദ്യോഗിക വിശദീകരണം. അതേസമയം ടൂറിസം മന്ത്രിയുടെ യാത്രയുണ്ട്. 20 മുതൽ 24 വരെ പാരീസിലേക്കാണ് ഈ യാത്ര ഉള്ളത്. പാരീസ് കേന്ദ്രീകരിച്ചുള്ള യാത്രയാണ്. അവിടെ ഫ്രഞ്ച് ടൂറിസം മാർട്ട് നടക്കുന്നുണ്ട്. അവിടെ ടൂറിസം നിക്ഷേപത്തിനുള്ള സാധ്യതകൾ, കേരളത്തിന് IT പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് വിനോദസഞ്ചാര മേഖല. അവിടെ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപകരെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ, അതിനുള്ളൊരു സാധ്യത ആരായുന്നതിനും ആ സാധ്യത പേണുന്നതിനും വേണ്ടിയുള്ള യാത്ര എന്നാണ് ടൂറിസം മന്ത്രിയുടെ യാത്രയെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം. പക്ഷേ വിമർശനങ്ങൾ വരുന്നുണ്ട്. പൊതുവിൽ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ മന്ത്രിമാർ കൂട്ടത്തോടെ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ യാത്ര പോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉയരുന്നു. മറ്റൊന്ന്, നേരത്തെ നടത്തിയ യാത്രകളുടെ വിമർശനമാണ്. ഇപ്പോൾ ഡച്ച് രീതി അവലംബിച്ച് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള രീതികൾ നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനം, ആ കാര്യങ്ങൾ ഏതുവരെ എത്തി എന്നുള്ള വിമർശനപരമായ ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട്. ഏതായിരുന്നാലും അടുത്ത ഈ 20 മുതൽ 24 വരെ ടൂറിസം മന്ത്രിയും അതിനുശേഷം അടുത്ത മാസം ആദ്യം മുഖ്യമന്ത്രിയും സംഘവും വിദേശത്തേക്ക് പോവുകയാണ്. ആവശ്യമായ ഘട്ടത്തിൽ വിദേശത്തും ഇന്ത്യക്കകത്തും യാത്ര വേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. സാമൂഹികമായും ഭരണപരമായും യാത്രകൾ ആവശ്യമാണ്. അതുകൊണ്ടല്ലല്ലോ സാമ്പത്തിക സ്ഥിതി മോശമായതെന്ന് M.V. ഗോവിന്ദൻ ചോദിച്ചു. വിദേശത്ത് പര്യടനത്തിന് പോകാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആവശ്യമായ രീതിയിൽ വിദേശത്തും പോകേണ്ടിയിട്ട്, സ്വദേശത്തും പോകേണ്ടിയിട്ട്, ഇന്ത്യക്കകത്തും പോകേണ്ടി വരും. അങ്ങനെ പോവുകയും ചെയ്യും. അതൊക്കെ പോയിക്കൊണ്ട് തന്നെയാണ് സംവിധാനം. ഈ രാജ്യം ആഗോളവൽക്കരണങ്ങൾ വെറുതെ പറയുന്നതല്ലോ, അല്ലേ? അതിർത്തിയില്ലാതൊരു ലോകമാണ് ഇന്നത്തെ ലോകം. വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള വാർത്തകൾക്കിടയിലാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ഇതുകൊണ്ടാണല്ലോ ഇത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാണ്ടിരിക്കുന്നത്.